കഴിഞ്ഞ 25-30 കൊല്ലമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. 2000-ന്റെ തുടക്കത്തിൽ തന്നെ സുപ്രീം കോടതി നേരിട്ട് ഇടപെട്ട ഒരു വിഷയമാണത്. സുപ്രീം കോടതി സ്പെഷ്യൽ കമ്മീഷനെ വെച്ചു, സ്പെഷ്യൽ കമ്മിറ്റി വന്നു, ഇവിടെ ലോക്കൽ ഏരിയ മോണിറ്ററിംഗ് കമ്മിറ്റി വന്നു. ഇവിടുത്തെ കമ്പനികൾ മിക്കവാറും എല്ലാം തന്നെ പൂട്ടേണ്ട, അതായത് നിയമലംഘനത്തിൻ്റെ അവസ്ഥയിലാണ് എന്ന് അന്ന് മുതൽ ഇന്ന് വരെ എല്ലാവർക്കും അറിയാം. ആരാണ് ഈ കമ്പനികളെ രക്ഷിക്കുന്നത്? തൊഴിലാളികളുടെ തൊഴിലൊക്കെ ഞാൻ സമ്മതിച്ചു, പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി ഈ രാജ്യത്തെ ജനങ്ങളുടെ വെള്ളം. ഇപ്പം മത്സ്യത്തൊഴിലാളികളുടെ ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ആലോചിക്കുന്ന വേറൊരു കാര്യമാണ് അഭിലാഷേ, ഈ പാതാളം ബണ്ടിൻ്റെ പടിഞ്ഞാട്ടേക്ക് ഒരല്പം വെള്ളം തുറന്നു വിട്ടപ്പോഴല്ലേ അവിടെ മത്സ്യങ്ങൾ ചത്തുപൊന്തിയത്. പാതാളം ബണ്ടിൻ്റെ കിഴക്കേ ഭാഗത്താണ് ഞങ്ങളുടെ പെരിയാർ, അല്ലെങ്കിൽ നമ്മുടെ പെരിയാറിൻ്റെ വലിയൊരു ഭാഗം. അവിടെയുള്ള വെള്ളമാണ് 45 ലക്ഷം മനുഷ്യർ കുടിക്കാൻ എടുക്കുന്നത്. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ മത്സ്യം ഇങ്ങനെ ചാവുമെങ്കിൽ ആ വെള്ളം, അതിലേക്ക് വിഷം ഒഴിപ്പിച്ച വെള്ളമാണ് കുടിക്കുന്നത്. ഇതിലെ വിഷം നിയന്ത്രിക്കാൻ ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ കുഴലുകൾ വരുന്നു എന്ന്, 100 കണക്കിന് കുഴലുകൾ വരുന്നുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് പല കമ്പനിയുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഇവിടുത്തെ പ്രധാന കമ്പനികൾക്കെതിരെ ഒരു വാക്ക് പറഞ്ഞാൽ അയാൾക്ക് കിട്ടാത്ത ശിക്ഷയില്ല. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. 2016 സെപ്റ്റംബറിൽ, ഞാനിത് പറയുന്നത് ശ്രീ KN ഗോപിനാഥിനും അറിയാം, CMR എന്ന് പറയുന്ന കമ്പനി പുറത്തുവിടുന്ന മാലിന്യം ശേഖരിച്ചു, നാട്ടുകാരടക്കം നിന്ന്. അത് ത്രിദീപ് കുമാർ എന്ന് പറയുന്ന PCBയുടെ ഒരു എഞ്ചിനീയർ അത് ശേഖരിച്ച് സാമ്പിൾ തിരുവനന്തപുരത്ത് ടെസ്റ്റിന് അയച്ചു. അതിൻ്റെ റിസൾട്ട് ഇന്ന് വരെ വന്നിട്ടില്ല. പക്ഷേ 1.5 മാസം കഴിയുമ്പോൾ ആ ഉദ്യോഗസ്ഥനെതിരെ പോലീസ് കേസ് വന്നു. ആ ഉദ്യോഗസ്ഥ, കാരണം നിങ്ങൾ എന്തിനാണ് ഈ ആളുകളുടെ കൂടെ പോയി ശേഖരിച്ചത്? ആ ഉദ്യോഗസ്ഥന് കിട്ടാത്ത പീഡനമില്ല. പിന്നെ ഏതെങ്കിലും PCB ഉദ്യോഗസ്ഥർ ഏതെങ്കിലും കമ്പനിക്കെതിരെ വരുമോ? നമ്മൾ മാസപ്പടിയുടെയൊക്കെ പറ്റി ഒരുപാട് ചർച്ച ചെയ്തല്ലോ. ചെറിയ മാസപ്പടികൾ ഇങ്ങനെയൊക്കെയാണ്, ഇത് വലിയ മാസപ്പടിയാവും. മാത്രവുമല്ല, ഈ വെള്ളമാണ് കൊച്ചിക്കാർ കുടിക്കുന്നത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചാൽ പെരിയാർ ശുദ്ധമാകും. ഇതിപ്പോൾ വലിയ തോതിൽ ദുരന്തമുണ്ടാകുമ്പോൾ, ഇതിനു മുമ്പ് മത്സ്യം ചത്തു വന്നിട്ടില്ലേ? പെരിയാർ ഈസ്റ്റ്മാൻ കളറിൽ പലപ്പോഴും ഒഴുകിയിട്ടില്ലേ? പല കളറിൽ ഒഴുകിയിട്ടില്ലേ? ആരാ പെരിയാറിനെ സംരക്ഷിക്കുക? സുപ്രീം കോടതി അടയ്ക്കാൻ പറഞ്ഞിട്ട് പല പ്രാവശ്യം ഇവിടുത്തെ സംസ്ഥാന സർക്കാരുകൾ സുപ്രീം കോടതിയിൽ പോയി അവധയും പുറതിയും പറഞ്ഞത്. എങ്ങനെയെങ്കിലും ഇത് കുറച്ചും കൂടി ഞങ്ങൾ ശരിയാക്കാം. എപ്പോൾ ശരിയാക്കി? സീറോ ഡിസ്ചാർജ് എന്നൊക്കെ വന്നിട്ട് കാലം എത്രയായി? ഇന്ത്യ രാജ്യത്ത് സീറോ ഡിസ്ചാർജ് എന്നുള്ള നിയമം വന്നിട്ട് എത്ര കാലമായി? ഇതിലേതെങ്കിലും ഒരു കമ്പനിക്ക് ശരിക്കുള്ള എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടോ? ഈ കമ്പനികൾ പുറത്തുവിടുന്ന മാലിന്യം, യഥാർത്ഥത്തിൽ പൊല്യൂഷൻ നിയമം അനുസരിച്ച് നിങ്ങൾ വെള്ളം പുറത്തുവിടുകയാണെങ്കിൽ ആ വെള്ളത്തിൽ മത്സ്യം വളർത്തണം എന്നാണ്. മത്സ്യം വളരുന്ന വെള്ളമേ പുറത്തു വിടാവൂ. അതൊരു ടെസ്റ്റാണ്. നിങ്ങളുടെ ETP ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിന് പുറത്ത് മത്സ്യം വളർത്തുന്ന ഒരു ടാങ്ക് ഉണ്ടാവണം. ഇവിടെ എന്താ സംഭവം? ഈ വെള്ളം കണ്ടാൽ മത്സ്യം ചത്തുപോകും. നേരത്തെ പറഞ്ഞില്ലേ, ഇതിൻ്റെ ബാക്കി ദുരന്തം വരാനിരിക്കുന്നുള്ളൂ. ഈ മത്സ്യം മാർക്കറ്റിൽ വിൽക്കുന്നു എന്ന് പറയുന്നു. എനിക്കറിയില്ല, നമ്മുടെ ആളുകൾ അത് എന്തും വാങ്ങും, എന്തും കഴിക്കും. മത്സ്യത്തൊഴിലാളി ദുരന്തത്തിലാണ്. നേരത്തെ ചാൾസ് പറഞ്ഞു, എങ്ങനെയെങ്കിലും എന്തെങ്കിലും ജീവിക്കാനൊരു വഴി വേണ്ടേ? അങ്ങനെ ഒരു വഴി കണ്ടെത്തുമ്പോഴാണ്. ഇപ്പോൾ നമ്മുടെ പെരിയാറിലെ ഇൻലാൻഡ് വാട്ടർ ഉണ്ടായിരുന്നു. മത്സ്യത്തൊഴിലാളികൾ ആരെങ്കിലും ഉണ്ടോ? ഇപ്പോൾ പാതാളം ബണ്ടിന് കിഴക്കോട്ടൊരു മത്സ്യമുണ്ടോ? ഏതെങ്കിലും മത്സ്യമുണ്ടോ? മത്സ്യം നിൽക്കൂലല്ലോ. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ 2ാം പ്രതിയാണ്. 1ാം പ്രതി, മഹത്തായ പ്രതി പൊല്യൂഷൻ കൺട്രോൾ ബോർഡും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത ഇവിടുത്തെ മാഫിയകളും. ഞാൻ അങ്ങനെ തന്നെ വാക്ക് പറയും, ആർക്കും വിഷമം വിചാരിക്കരുത്. ഈ മാഫിയകളാണ് ഇവിടെ മറ്റെന്താ പറയുക, പണം കൊടുക്കുന്നതും ഇത്തരത്തിൽ മാസപ്പടി കൊടുക്കുന്നതും. അങ്ങനെ മാസപ്പടി കൊടുത്ത് നിലനിർത്തുന്ന കമ്പനികളാണ് പലതും ഇന്ന് പെരിയാറിന്റെ തീരത്തുള്ളത്. ശരി.